അലൈൻ സുന്നി യൂത്ത് സെന്റർ എന്നാണ് അതിന്റെ പേര്. ആളുകൾ പൊതുവിൽ പറയുമ്പോൾ സുന്നി സെന്റർ എന്ന് പറയും, അലൈൻ സുന്നി സെന്റർ എന്ന് പറയും. അതിന്റെ കീഴിൽ വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലമാണ് അന്ന് 80കളിൽ 90കളിലൊക്കെ. അലൈൻ സുന്നി സെന്ററിന്റെ ആസ്ഥാനത്ത് ഹജ്ജ് ക്ലാസ്സിന് പലപ്പോഴും നേതൃത്വം നൽകിയിരുന്നത് ഉസ്താദ് അത്തിപ്പറ്റ മൊയ്തീൻ ഡിക്ഷണറി തന്നെ ആയിരുന്നു. മഹാനവറുകൾ പലപ്പോഴും ഹജ്ജ് ഉംറകൾക്ക് പോവുകയും അവിടെ നിന്നുള്ള ചില ഉസ്താദന്മാരുടെ അധ്യാപനങ്ങളും മാർഗദർശനങ്ങളും ഒക്കെ ലഭിക്കുകയും ചെയ്തതുകൊണ്ട് അലൈനിൽ ഇടയ്ക്കിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള മതപഠന ക്ലാസ്സുകളിൽ പലപ്പോഴും ഈ ഉള്ളവനും നേതൃത്വം നൽകാറുണ്ട്. അങ്ങനെ അബുദാബിയിൽ, റാസൽ ഖൈമയിൽ, അതുപോലെ ദുബായിൽ പല ഇമാറത്തുകളിലും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ, മതകീയ, സാംസ്കാരിക, ധാർമ്മിക, ആത്മീയ സദസ്സുകളും ജാഗരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടായി. പ്രധാനമായും ഇതിൻ്റെ മാർഗദർശി ഉസ്താദ് അത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയാർ തന്നെ ആയിരുന്നു. ഉസ്താദ് അവയുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിച്ചു എന്ന് തന്നെ പറയാം. ഇനി അവിടെയൊക്കെ നായകന്മാർ അല്ലെങ്കിൽ സാരഥികൾ, പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ സദർ ഉസ്താദുമാരോ ഒക്കെ ആയിട്ട് വേറെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഉസ്താദുമായി ബന്ധപ്പെട്ടും ഉസ്താദിൻ്റെ സന്ദർശനങ്ങൾ ഉപയോഗപ്പെടുത്തിയും ഉസ്താദിൻ്റെ മാർഗദർശനങ്ങൾ ലക്ഷ്യമാക്കിയും ഒക്കെ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നു വന്നിരുന്നത്. അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് അലൈനിലേക്ക് അല്ലെങ്കിൽ UAE ആദ്യമായി വിദേശയാത്ര ഉണ്ടാകുന്നത്. ആയിരത്തി 1987 ഞാൻ ആദ്യമായി വിദേശയാത്ര ചെയ്യുന്നത്. അത് UAE ഉസ്താദ് അത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയാരുമായി അതിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബന്ധപ്പെട്ട് തുടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബന്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് UAE യാത്രക്ക് അവസരം കൈവരുന്നത്. UAE തലസ്ഥാനമായ അബുദാബിയുടെ ഒരു ഭാഗമാണ് അൽ ഐൻ, ഈസ്റ്റേൺ പ്രോവിൻസ്. അതിൻ്റെ കിഴക്കേ ഭാഗത്താണ് അബുദാബിയുടെ. അവിടെയായിരുന്നു ഉസ്താദ് അത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയാരും മഹാനവറുകളുടെ സന്തത സഹചാരികൾ, സഹപ്രവർത്തകന്മാർ ഒക്കെ ഉണ്ടായിരുന്നത്. അല്ലൈനിൽ വളരെ ചടുലമായി, വിപുലമായി, ഫലപ്രദമായി പ്രവർത്തിച്ചിരുന്ന സുന്നി യൂത്ത് സെൻറ്റർ, അത് ഉസ്താദ് അവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടന്നു വന്നിരുന്നത്. അലൈൻ സുന്നി യൂത്ത് സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്. ആളുകൾ പൊതുവെ സുന്നി സെൻറ്റർ എന്ന് പറയും, അലൈൻ സുന്നി സെൻറ്റർ എന്ന് പറയും. അതിൻ്റെ കീഴിൽ വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലമാണ് അന്ന് 80കളിൽ 90കളിലൊക്കെ. അലൈൻ സുന്നി സെൻറ്ററിൻ്റെ ആസ്ഥാനത്ത് സംഘടിത മയ്യത്ത് നമസ്കാരങ്ങൾ നടക്കാറുണ്ടായിരുന്നു. ആഴ്ചയിലൊരിക്കൽ ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കും. അതിനോട് അനുബന്ധമായി ഒരു നസീഹത്ത് മജ്ലിസ് ഉണ്ടാകും. പങ്കെടുക്കുന്ന ആളുകളുടെ പല ബന്ധുക്കളും സ്നേഹിതന്മാരും വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ച അവരുടെ പേരിലുള്ള മയ്യത്ത് നിസ്കാരങ്ങളുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള വലിയ സംരംഭം എന്നത് ഒരു ടെറസിലാണ് നടക്കൽ. ഒരു സിംഗിൾ ഫ്ലോർ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് അന്ന് നടന്നു വന്നിരുന്നത്. മയ്യത്ത് നിസ്കാരം മാത്രമല്ല, മതപഠന ക്ലാസ്സുകൾ, വിശേഷ ഹജ്ജ് ക്ലാസ്സുകൾ, ആളുകൾ ഉംറക്ക് പോകുമ്പോൾ ഉംറ ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഹജ്ജ് ക്ലാസ്സിന് പലപ്പോഴും നേതൃത്വം നൽകിയിരുന്നത് ഉസ്താദ് അത്തിപ്പറ്റ മൊയ്തീൻ ഡിക്ഷണറി തന്നെ ആയിരുന്നു. മഹാനവറുകൾ പലപ്പോഴും ഹജ്ജ് ഉംറകൾക്ക് പോവുകയും അവിടെ നിന്നുള്ള ചില ഉസ്താദന്മാരുടെ അധ്യാപനങ്ങളും മാർഗദർശനങ്ങളും ഒക്കെ ലഭിക്കുകയും ചെയ്തതുകൊണ്ട് തനിക്ക് ആ വിഷയത്തിൽ വലിയ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. അല്ലൈനിൽ ഇടയ്ക്കിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള മതപഠന ക്ലാസ്സുകളിൽ പലപ്പോഴും ഈ ഉള്ളവനും നേതൃത്വം നൽകാറുണ്ട്. അലൈൻ നഗരത്തിൽ മാത്രമല്ല, അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പല ക്ലാസ്സുകളും നടന്നു വരാറുണ്ടായിരുന്നു. അതിനുവേണ്ടി 2ഉം 3ഉം ഉസ്താദന്മാരവിടെ ശമ്പളക്കാരായി സേവനം ചെയ്യുന്ന സാഹചര്യം വരെ അന്ന് നിലവിലുണ്ട്. ഒരു ഉസ്താദൻ മാത്രം എല്ലാ ദിവസവും ക്ലാസ്സിന് പോയാലും തീരാത്ത അത്ര മതപഠന ക്ലാസ്സുകൾ നഗരത്തിലും നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും ദൂരദിക്കുകളിലും വരെ ഉണ്ടായിരുന്നു. അത്രമാത്രം ക്രിയാത്മകമായ, സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളാണ് അലൈൻ സുന്നി യൂത്ത് സെൻറ്റർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സുന്നി സെൻറ്ററിൻ്റെ അതിഥിയായിട്ടാണ് ഈ വിനീതൻ ആദ്യമായി വിദേശയാത്ര ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകേണ്ടി വന്നപ്പോൾ ഒരിക്കലും അവിടെ ഒരു റെസിഡൻസ് വിസ തന്നെ ഉണ്ടാക്കിയിരുന്നു. ജോലി ചെയ്തിട്ടില്ല, സൗകര്യമുള്ള സമയത്തൊക്കെ പോകാൻ എളുപ്പമാകും എന്നുള്ള ഉദ്ദേശത്തിലാണ് സുന്നി യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഇഖാമ, റെസിഡൻറ്റ് പെർമിറ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ അൽഹംദുലില്ലാഹ് UAE പല ഭാഗങ്ങളിലും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, സന്ദർശന വേളകളിലായിട്ടൊക്കെ പോകാനും അവിടങ്ങളിലുള്ള വൈജ്ഞാനിക, സാംസ്കാരിക, മതകീയ, വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാകാനും സാധിച്ചിട്ടുണ്ട്. പലയിടത്തും അന്ന് മദ്രസകൾ നടക്കുന്നുണ്ട്. 1989 അല്ലൈനിൽ തന്നെ ദാറുൽ ഹുദ സ്കൂൾ സ്ഥാപിതമായി. അവിടെ മതവിദ്യാഭ്യാസവും സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള മദ്രസ, ഇതൊക്കെ അലൈൻ സുന്നി യൂത്ത് സെൻറ്ററിന് കീഴിൽ തന്നെ നടന്നിരുന്നു. UAE മറ്റു പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അൽഹംദുലില്ലാഹ് ആദ്യത്തെ വിദേശയാത്ര ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. 89 ഈ സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് വലിയ ഒരു സംഭവമായിരുന്നു. അന്ന്
ഇതുപോലെയുള്ള സംഘടനകളുടെ കീഴിൽ സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നില്ല. അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇ അഹമ്മദ് സാഹിബ് അതുപോലെയുള്ള പല നേതാക്കളും അന്ന് പാണക്കാട് നിന്ന് ശിഹാബ് തങ്ങൾ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കപ്പെട്ടത്. വിനീതനായി ഉള്ളവനും അതിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളുടെ അതിശക്തമായ ഒരു അടിത്തറ അല്ലൈനിലെ മലയാളി മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലൈൻ സുന്നി യൂത്ത് സെൻ്ററിന് സാധിച്ചു എന്നതുകൂടിയാണ് ഞാനിവിടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത്. ദാറുൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 2-3 പേര് നിർദ്ദേശിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒന്ന് ദാറുൽ എന്നുള്ള പേരാണ് അവർ നിർദ്ദേശിച്ചു കൊടുത്തത്. അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ചത് അഥവാ അനുവദിച്ചത്. നമ്മുടെ ദാറുൽ ചെമ്മാട്ട ദാറുൽ അതിന് ഔപചാരികമായ ഔദ്യോഗികമായ ബന്ധമൊന്നുമില്ല, ഒരു യാദൃച്ഛികത എന്ന് മാത്രമേ. അങ്ങനെ അബുദാബിയിൽ, റാസൽ ഖൈമയിൽ, അതുപോലെ ദുബായിൽ പല ഇമാറത്തുകളിലും ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ, മതകീയ, സാംസ്കാരിക, ധാർമ്മിക, ആത്മീയ സദസ്സുകളും ജാഗരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. പ്രധാനമായും ഇതിൻ്റെ മാർഗദർശി ഉസ്താദ് അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ തന്നെ ആയിരുന്നു. ഉസ്താദ് അവയുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിച്ചു എന്ന് തന്നെ പറയാം. ഇനി അവിടെയൊക്കെ നായകന്മാർ അല്ലെങ്കിൽ സാരഥികൾ, പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ സദർ ഉസ്താദുമാരോ ഒക്കെ ആയിട്ട് വേറെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഉസ്താദുമായി ബന്ധപ്പെട്ടും ഉസ്താദിൻ്റെ സന്ദർശനങ്ങൾ ഉപയോഗപ്പെടുത്തിയും ഉസ്താദിൻ്റെ മാർഗദർശനങ്ങൾ ലക്ഷ്യമാക്കിയും ഒക്കെ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നു വന്നിരുന്നത്. അങ്ങനെയാണ് അൽഹംദുലില്ലാ അല്ലൈനിലേക്ക് അല്ലെങ്കിൽ UAE-യിലേക്ക് ആദ്യമായി വിദേശയാത്ര ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഇമാറത്തുകളിലൊക്കെ, എമിറേറ്റ്സുകളിലൊക്കെ ഇങ്ങനെ പല വിദ്യാഭ്യാസ വൈജ്ഞാനിക സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾ നിരന്തരമായി അന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ സ്വന്തമായി തന്നെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമായൊക്കെ ബന്ധപ്പെടാനുള്ള അവസരങ്ങളും അന്നുണ്ടായി. ഉദാഹരണമായി അല്ലൈൻ്റെ അടുത്താണ്, അല്ലൈൻ നഗരത്തിൻ്റെ അടുത്താണ് UAE യൂണിവേഴ്സിറ്റി, ജാമിയത്തുൽ ഇമാറാത്തിൽ പലപ്പോഴും പോവുകയും അവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുകയും ചെയ്യാനൊക്കെ അന്ന് അവസരം ഉണ്ടായിട്ടുണ്ട്. അന്ന് അഥവാ 80കളുടെ അവസാനമൊക്കെ അതിൻ്റെ VC ആയിരുന്ന ഒരാൾ ഡോക്ടർ സയ്യിദ് അബ്ദുള്ള ഹാരിബ് ആയിരുന്നു. അദ്ദേഹവുമായി ആ സമയത്തിന് ആദ്യ സീറ്റുകളിൽ തന്നെ ബന്ധപ്പെടാനും പരിചയപ്പെടാനൊക്കെ അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജായിസത്തുൽ ഖുർആനിലെ ദുബായിലെ ഷേഖിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജായിസത്തുൽ ഖുർആനിലെ ഒരു സാരഥി കൂടിയാണ്. അങ്ങനെയുള്ള വലിയ വ്യക്തികളുമായിട്ടൊക്കെ പലരുമായും ബന്ധപ്പെടാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനും അവിടങ്ങളിലുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നമുക്ക് മാനസികമായി പകർത്തിയെടുക്കാനും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും ഒക്കെ സാധിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ മറ്റൊരു ഭാഗമായിരുന്നു ഡോക്ടർ അഹമ്മദ് ദീദാത്തുമായി പരിചയപ്പെടാനും സംസാരിക്കാനും അവസരം ലഭിച്ചു എന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ഒരു അല്ലൈൻ യൂണിവേഴ്സിറ്റിയിൽ. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി കമ്പാരിഷൻസാണ്, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയുമായുള്ള താരതമ്യ പഠനങ്ങൾ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. അല്ലൈനുള്ള ചില സുഹൃത്തുക്കളും കൂടെയാണ് പോയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ അപ്പോയിൻമെൻറ്റ് വാങ്ങി അദ്ദേഹം താമസിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഞങ്ങൾ 2-3 പേര് പോയി സംസാരിച്ചു. കേരളത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. തത്വത്തിൽ അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം അതിനൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഈ പരിപാടി നിർവഹിച്ചതുപോലെ കേരളത്തിലും ഇസ്ലാമും ക്രിസ്തു മതവുമായുള്ളൊരു കമ്പാരിഷൻ അടിസ്ഥാനമാക്കിയുള്ളൊരു പ്രസംഗമാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾ സൗകര്യം ചെയ്തു തരാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇങ്ങനെ ഈ സവിശേഷമായൊരു ദൈവ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് മഞ്ചേരിയിലുള്ള നമ്മളൊരു സുഹൃത്ത് പറഞ്ഞു, ഡോക്ടർ അഹമ്മദ് ദീദാത്താണ് എൻ്റെ ശരിയായ ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ കണ്ട് അതിൽ ആകൃഷ്ടനായിട്ടാണ് ഞാൻ ഈ ദീനി രംഗത്ത് പ്രവർത്തകനായി മാറിയത് എന്ന് പറഞ്ഞു. നമ്മുടെ സ്നേഹിതൻ മഞ്ചേരി പരിസരത്തുള്ള ഒരാളാണ്. അപ്പം ഇങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും അദ്ദേഹം ഈ ദൈവ പ്രവർത്തനങ്ങളുമായി നടന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവയുടെ ആക്ടിവിറ്റീസിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തികച്ചും യാദൃച്ഛികമായാണ് ദേവാലയത്തേക്ക് വരുന്നത്. അദ്ദേഹം ഒരു കടയിൽ ജോലിക്കാരനായിരുന്നു. അവിടുന്ന് ഒരു പഴയ പത്രം കിട്ടിയത് വായിച്ച് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനമാറ്റം. അതായത് ഇങ്ങനെ കടയിൽ നിന്നുകൊണ്ടൊന്നും കാര്യമായില്ല, ഈ സത്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ലോകർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന ചിന്താഗതിയിലെത്തി. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും സവിശേഷമായി തോന്നിയ ഈ ഇസ്ലാം ക്രിസ്ത്യാനിറ്റി കമ്പാരിഷൻ താരതമ്യ പഠനത്തിന് വേണ്ടി അദ്ദേഹം ജീവിതം ഒഴിഞ്ഞുവെച്ചു. അത് സംബന്ധിച്ച് അഗാധമായ പഠനം നടത്തി, ധാരാളം പുസ്തകങ്ങൾ എഴുതി, ലോകത്തിൻ്റെ നാനാഭാഗത്തും അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തി. അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടായത് ഞാനിവിടെ സാന്ദർഭികമായി അനുസ്മരിക്കണം. അതോടൊപ്പം തന്നെ UAE-യിലെ ചില ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെടാനും ആ സന്ദർശനങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി അബുദാബിയിലുള്ള ദായിറത്തുൽ ഔഖാഫ് വശൂനുൽ ഇസ്ലാമിയ, വസാറത്തുൽ അദൽ തുടങ്ങി
ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടും മതപ്പറ്റുമൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെടാനും അവിടങ്ങളിലുള്ള നേതാക്കന്മാരുമായി ഡയറക്ടർമാർ, മന്ത്രി തന്നെ, ആ കാലത്ത് മന്ത്രിയായിരുന്നത് ഹസൻ ഖദ്റജി ആയിരുന്നു, അദ്ദേഹവുമായി നേരിട്ട് തന്നെ കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടർമാർ, ഉദ്യോഗസ്ഥന്മാർ, മുഫ്തികൾ, അവിടെയുള്ള പണ്ഡിതന്മാർ തുടങ്ങിയുള്ള പല ആളുകളുമായും ബന്ധം സ്ഥാപിക്കാനും അന്ന് ആ സന്ദർശനങ്ങളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതിന് സഹായകമായൊരു ഘടകം കൂടി ഇവിടെ ഞാൻ അനുസ്മരിക്കാം. 1978 പുളിക്കലൊരു സുന്നി സമ്മേളനം നടത്തിയിരുന്നു. അതിൽ 3 പണ്ഡിതന്മാർ അതിൽ പങ്കെടുക്കാനും വേണ്ടി വന്നിരുന്നു UAE-യിൽ നിന്ന്. ഒന്ന് സയ്യിദ് ഹിഷാം അൽ ബുർഹാനി എന്ന് പറഞ്ഞൊരു പണ്ഡിതനായിരുന്നു. മറ്റൊന്ന് ഡോക്ടർ മുഹമ്മദ് ബഷീർ ഷുഖ്ഫ. രണ്ടുപേരും സിറിയക്കാരാണ്. ബഷീർ ഷുഖ്ഫ UAE-യുടെ നാഷണാലിറ്റി സ്വീകരിച്ച് അല്ലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല, പിന്നീടാണ് ഡോക്ടറേറ്റ് എടുത്തത്. അദ്ദേഹത്തെയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി സന്ദർശിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്ന് മുഹമ്മദ് ബാസിൽ റിഫായി എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ 1978 1978 അങ്ങനെ അറബി ഭാഷ പഠിക്കുന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നുമില്ല. ദർസുകളിൽ, അറബി കോളേജുകളിലും. അറബി കോളേജ് എന്ന് പേരുണ്ടെങ്കിലും അറബി ഭാഷയായിട്ട് പഠിപ്പിക്കപ്പെടുകയോ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനങ്ങൾ നൽകപ്പെടുകയോ ചെയ്തിരുന്നില്ല അന്ന്. അപ്പോൾ അന്ന് അവരുടെ അറബി പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്താൻ ഈ വിനീതനെയാണ് നമ്മളെ നേതാക്കന്മാരൊക്കെ നിർദ്ദേശിച്ചതും നിശ്ചയിച്ചത്. അങ്ങനെ ഒരു നാട്ടിൽ വന്നപ്പോൾ തന്നെ അവരുമായി ബന്ധപ്പെടാൻ അവസരം ഉണ്ടായി. UAE-യിലെ വിസിറ്റിന് ചെന്നപ്പോൾ ആ സന്ദർശനം അല്ലെങ്കിൽ ആ പരിചയം നമുക്ക് കാര്യമായൊരു സഹായമായി വന്നു എന്നുകൂടി ഞാനിവിടെ അനുസ്മരിക്കാം. ഇവരൊക്കെ പിന്നീട് ഹിഷാം ബുർഹാനി, ബാസിൽ റിഫായൊക്കെ തിരിച്ചുപോയി. അവർ സിറിയക്കാരാണ്. ഷെയ്ഖ് ബഷീർ ഷുഖ്ഫ, അദ്ദേഹം അൽ ഐനിലെ ഔഖാഫിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷ ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ടത് കൊണ്ട് അന്ന് കോഴിക്കോട്ട് ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഒന്നിച്ചാണ് താമസിച്ചത്. അപ്പോൾ കൂടുതൽ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോട് പല കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആ കൂട്ടത്തിൽ എന്നെക്കൊണ്ട് ഒരു സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഓദിച്ചു. അപ്പോൾ എൻ്റെ ഓത്തും തജ്വീദും ഖിറാഅത്തിൻ്റെ ശൈലിയും ഒക്കെ മനസ്സിലാക്കാനാണ് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഓതി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇമാറാത്തിലേക്ക് പോരെ, നിനക്ക് ഞാൻ അവിടെ ഔഖാഫിൽ ജോലി തരാം. പറയാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് മുമ്പ് അവിടെ ഡയറക്ടർ അല്ലൈൻ ഔഖാഫിൻ്റെ. അപ്പോൾ അത് 1978 അപ്പോൾ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുക അങ്ങനെ ഒരു സുവർണാവസരം മുമ്പിൽ വന്ന് വീഴുമ്പോൾ ഉടനെ അത് ഉപയോഗപ്പെടുത്തുകയല്ലേ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മയും ബാപ്പയും ഉസ്താദന്മാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം നമ്മളെ സ്നേഹിച്ച് നമ്മളോടുള്ള പ്രത്യേക പരിഗണന വെച്ചൊക്കെയാണ് ഈ ഓഫർ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കതിൽ പോകാൻ താല്പര്യം ഉണ്ടായിട്ടില്ല, പിന്നെ പോയിട്ടുമില്ല, അത് ഫോളോ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അദ്ദേഹവുമായി പിന്നെയും പലപ്പോഴും കണ്ടെങ്കിലും ജോലിക്ക് പോകാമെന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് നമ്മുടെ ഒരു പുരോഗതിയുടെ മുമ്പിൽ ഒരു തടസ്സമായി തീരുകയാണ് ഉണ്ടാവുക എന്നുള്ള ഒരാശങ്കയാണ് അന്നുള്ളത്. അന്ന് ആ ഓഫർ ഉപയോഗപ്പെടുത്തി പോയിരുന്നെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു സംഭവിക്കുക എന്നും പലരുടെയും അനുഭവം വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അന്ന് അങ്ങനെ ആ ഒരു ബന്ധം പല ഓഫീസുകളും സന്ദർശിക്കാൻ, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വേറെയും UAE-യിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കാനും അവിടുത്തെ സ്വഭാവങ്ങൾ, രീതികൾ, പാഠ്യ പദ്ധതികൾ, സിലബസ്, അധ്യാപന രീതികൾ, വിദ്യാർത്ഥികളുടെ താമസ സൗകര്യങ്ങൾ, കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിലും അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭാവിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പാഥേയമായി, നിമിത്തമായി, സഹായകമായി എന്നുകൂടി ഇവിടെ അനുസ്മരിക്കാൻ ആഗ്രഹിക്കും. അത്തിപ്പറ്റ ഉസ്താദ് അവർകളും ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. ഇങ്ങനെയുള്ള ഇൽമിയായ, സാംസ്കാരികമായ, ദീനിയായ, മതപരമായ, ആത്മികമായ, റൂഹാനിയായ വഴികളിലുള്ള നമ്മുടെ ഈ താല്പര്യം, അഭിരുചി അദ്ദേഹത്തിന് വളരെ സന്തോഷം, ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണങ്ങളും മാർഗദർശനങ്ങളും പിൻബലവുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നമുക്ക് സഹായകമായിട്ടുണ്ട്. അങ്ങനെയാണ് UAE സന്ദർശനം 87 തുടങ്ങി. പലപ്പോഴും ധാരാളം തവണ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത 2-3 മാസം മുമ്പും UAE-യിൽ പോയിട്ടുണ്ട്. ഞാൻ ഏറ്റവും അധികം സന്ദർശിച്ച വിദേശ രാജ്യം അതുകൊണ്ട് തന്നെ UAE ആണ്. പല കണക്ഷനുകൾ, പല സാഹചര്യങ്ങൾ. അവിടെ റമദാനിൽ രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് ഒരു മതപ്രഭാഷണ പരിപാടി നടത്താറുണ്ട്. UAE പ്രസിഡന്റ്. ഞാൻ പോയ കാലത്ത് ഷെയ്ഖ് ഖലീഫ ആയിരുന്നു ഈ പരിപാടി നടത്തിയിരുന്നത്. ഷെയ്ഖ് ഖലീഫ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് പ്രസിഡന്റിൻ്റെ റമദാൻ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയത്. അതിൽ അടിസ്ഥാനപരമായ ദൗത്യം എന്ന് പറഞ്ഞാൽ ഔഖാഫ് ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുന്ന ചില പള്ളികളിൽ പോയി അറബിയിൽ വഅദ് പറയുക എന്നുള്ളതാണ്. പിൽക്കാലത്ത് പോയ ചില ആളുകളൊക്കെ അറബിയിൽ അങ്ങനെ സംസാരിക്കാൻ കഴിയാത്തവർ അല്ലെങ്കിൽ അറബി അല്ലാത്ത ഭാഷ ഇഷ്ടപ്പെടുന്നവർ അവരവരുടെ ഭാഷയിൽ
നമ്മളെ മലയാളക്കാർ കേരളക്കാരൊക്കെ ഉള്ള കൂടുതലുള്ള പള്ളികൾ തിരഞ്ഞെടുത്ത് അവിടെ പോയി പ്രസംഗിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റമദാനിൽ ഈ വരുന്ന ആളുകളൊക്കെ ഒരു ഹോട്ടലിലാണ് താമസിക്കുക. അവർക്ക് കൺവേയൻസിന് പോകാൻ വരാൻ ഒക്കെ ഉള്ള വണ്ടി ഉണ്ടാവും, മാർഗദർശികൾ ഉണ്ടാവും. സംസാരിക്കേണ്ട പള്ളി നമുക്ക് നേരത്തെ വിവരം തരും, പിന്നെ വിഷയങ്ങൾ നേരത്തെ അവർ സൂചിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണ്. അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത വർഷം തന്നെ ദുബായിലെ ജായിസത്തുൽ ഖുർആനിൽ കരീം, ദുബായ് ഷെയ്ഖിൻ്റെ ഖുർആൻ അവാർഡ് മത്സരം എന്ന് പറഞ്ഞൊരു മത്സരമുണ്ട്. അതിലും ഔപചാരികമായി ഗവൺമെൻറ് പ്രതിനിധിയായിട്ട് അടുത്ത വർഷം പോയി. അങ്ങനെ UAE പ്രസിഡൻറ്റിൻ്റെയും ദുബായ് ഷെയ്ഖിൻ്റെയും ഗസ്റ്റായി 2 വ്യത്യസ്ത വർഷങ്ങളിൽ പോയി അവിടുത്തെ വൈജ്ഞാനിക മതപരമായ പിന്നെ എൽമിയായ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് UAE യാത്രയുടെ രത്ന ചുരുക്കം. അപ്പം നമ്മുടെ നാട്ടിലുള്ള ചില ഗുണകാംക്ഷികൾ ഞാൻ ചെന്നപ്പോൾ അറബിയിൽ പ്രസംഗിക്കാനൊക്കെ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ പ്രസംഗിക്കാൻ ഒരു പെർമിഷൻ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തിയത് ശരിയാക്കി. അന്ന് ഔഖാഫിൻ്റെ ഡയറക്ടർ ഷെയ്ഖ് അഹമ്മദ് ഖുറാബ് എന്നുള്ള ഒരാളാണ്. ഇതിൻ്റെ പെർമിഷൻ സാങ്ഷൻ ആയതോടുകൂടി ഈ നേരത്തെ പറഞ്ഞ ഉൽപ്പതിഷ്ണു വിഭാഗം കുത്തിത്തിരിപ്പുകൾ തുടങ്ങി. കേരളത്തിൽ നിന്ന് ഒരു സുന്നി വന്നിട്ട് ഇവിടെ സർക്കാർ പെർമിഷനോടുകൂടി അല്ലെങ്കിൽ ഔഖാഫിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ പ്രസംഗിക്കുക എന്നാണ് നമുക്കൊക്കെ ക്ഷീണമാണെന്ന് അവർ ചിന്തിച്ചത്. അങ്ങനെ അവർ കുത്തിത്തിരിപ്പുണ്ടാക്കി ഡയറക്ടർ അഹമ്മദ് ഖുറാബിൻ്റെ അടുത്ത് ചെന്ന് ബോധിപ്പിച്ചു, ഈ പെർമിഷൻ നൽകപ്പെട്ട ആൾ ഒരു ഖുറാഫിയാണ്, കുബൂരിയാണ്, അതുകൊണ്ട് അയാൾ പ്രസംഗിച്ചാൽ ക്ഷീണമാണ്. അങ്ങനെ പരാതി മുദീറിൻ്റെ അടുത്ത് ഡയറക്ടർ അടുത്തെത്തി, ഷെയ്ഖ് അഹമ്മദ് ഖുറാബിൻ്റെ അടുത്തെത്തി. അദ്ദേഹം ഇതിങ്ങനെ വായിച്ചിട്ട് അദ്ദേഹം മനസ്സുകൊണ്ടൊരു തീരുമാനത്തിലെത്തുക. ആ തീരുമാനം എന്നെ വിളിച്ച് അറിയിക്കണം. എൻ്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് മൂപ്പരെന്നെ വിളിച്ചു. ഞാനിങ്ങനെ എൻ്റെ പെർമിഷനിൽ ഒപ്പിട്ട അഹമ്മദ് ഖുറാബാണ്, ഔഖാഫിൻ്റെ ഡയറക്ടറാണ്.